ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ മഹിയുടെ റൂമിലേക്ക് കയ്യിൽ പാലുമായിട്ട് പോകാൻ തുടങ്ങിയ ഗംഗയെ അവിടെ വെച്ച് ദേവയാനി തടയുന്നു. ദേവയാനി ശാന്തി മുഹൂർത്തത്തിന്റെ കാര്യം പറഞ്ഞ് ഗംഗയോട് തിരികെ ഈ പാല് കിച്ചണിൽ കൊണ്ടുപോയി വെച്ചിട്ട് മാളുവിന്റെ റൂമിൽ പോയി കിടന്നോളാനായി പറഞ്ഞതും ശാന്തി മുഹൂർത്തം പോലെയുള്ള ദൈവപരമായിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ഗംഗ ദേവയാനിയുടെ വാക്കുകൾ വിശ്വസിച്ച് വേഗം കിച്ചണിലേക്ക് പോകുന്നു. ഇത് കണ്ട ഉടനെ ദേവയാനി സന്തോഷത്തോടെ തന്റെ തന്ത്രം ഫലിച്ചു എന്ന ആശ്വാസത്തിൽ റൂമിലേക്ക് മടങ്ങി. അപ്പോഴാണ് റൂമിലിരുന്ന മഹി തന്റെ കയ്യിലുള്ള ഗൗരിയുടെ ഫോട്ടോയിൽ നോക്കി മഹി ഗൗരിയോട് പറഞ്ഞു, ഗൗരി, ഞാൻ മറ്റൊരു വിവാഹത്തിന് തയ്യാറായപ്പോ തന്നെ നമ്മുടെ മോളെ നോക്കാനായി ഒരാൾ വേണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായതുകൊണ്ടും എല്ലാവരും അതിനെക്കുറിച്ച് നിർബന്ധിച്ചതുകൊണ്ടും മാത്രമാണ് നമ്മുടെ മോൾക്ക് ഒരമ്മ വേണമെന്ന് ഞാനും ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെയാണ് ശ്രേയ വിവാഹം കഴിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത്. എനിക്ക് ആഗ്രഹമുണ്ടായിട്ടായിരുന്നില്ല അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. പക്ഷെ വിവാഹമെല്ലാം നിശ്ചയിച്ചതിന് ശേഷവും ശ്രേയയും മാളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരിക്കലും ഒരു അമ്മയും മകളുമായിട്ടുള്ള ഒരു ബന്ധം രൂപീകരിക്കപ്പെടുമെന്ന് ഞാൻ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും ശ്രേയയോട് ആകെ വെറുപ്പോടെയും ദേഷ്യത്തോടെയുമാണ് മാളൂട്ടി സംസാരിക്കാറുണ്ടായിരുന്നത്. മാളുവിന് എന്നും ശ്രേയയെ ഒരിക്കലും ഇഷ്ടപ്പെടാൻ കഴിയുന്ന പ്രകൃതമായിരുന്നില്ല. ശ്രേയയുടെ കാര്യം പറയുമ്പോഴൊക്കെ മാളുവിന് ആകെ ദേഷ്യമായിരുന്നു. മാത്രമല്ല, ഞാൻ ശ്രേയയെ വിവാഹം കഴിക്കുന്നതിന് പിന്തിരിയാനായി ശ്രേയയുടെ മുന്നിൽ ഞാൻ പല നിബന്ധനകളും വെച്ചിരുന്നു. എന്നാൽ ആ നിബന്ധനകളൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ശ്രേയ എന്റെ ജീവിതത്തിലേക്ക് വരാമെന്ന് സമ്മതിച്ചത്. പക്ഷേ ശ്രേയയ്ക്ക് മാളുവിന്റെ മനസ്സിലേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഗംഗ ഇവിടേക്ക് എത്തിയത്. ഗംഗ ക്രമേണ മാളുവിനെ സ്നേഹിച്ച് ഗംഗയും മാളുവും തമ്മിലുള്ള ആ സ്നേഹത്തിന്റെ ആഴം വർദ്ധിക്കുകയും ചെയ്തു. അവസാനം ഗംഗ ഇവിടെ നിന്ന് പലപ്പോഴും പറഞ്ഞയക്കാൻ ശ്രമിച്ചപ്പോഴും ആ നിമിഷങ്ങളിലൊക്കെ നമ്മുടെ മോള് ഗംഗയെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുവെന്നും ഗംഗ എത്രത്തോളം മോളെ സ്നേഹിക്കുന്നുവെന്നും ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീട്ടിൽ നിന്ന് ഗംഗ പോയ സമയങ്ങളിലൊക്കെ നമ്മുടെ മോൾക്ക് പലപ്പോഴും പല അസുഖങ്ങളും പിടിപെട്ടു. അബോധാവസ്ഥയിൽ പല സമയത്തും ഹോസ്പിറ്റൽ വരെ നമ്മുടെ മകൾ കിടക്കേണ്ടി വന്നു. അപ്പോഴൊക്കെ ഗംഗയെ ഞാൻ ചെന്ന് തിരികെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ എന്റെ മോള് പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വന്നത് ഗംഗയുടെ സാന്നിധ്യം കൊണ്ട് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് മോള് ഗംഗയെ അത്രത്തോളം ഇഷ്ടപ്പെട്ടത്. മോള് ഗംഗയെ ഇഷ്ടപ്പെട്ടതുപോലെ ഞാനും ഗംഗയെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. എനിക്കും ഗംഗ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് എന്ന് എനിക്കും തോന്നിയിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം മനസ്സിലേക്ക് കടന്നു വരികയായിരുന്നു ചെയ്തത് എന്ന് ഗംഗയെക്കുറിച്ച് മഹി ഗൗരിയോട് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ഗംഗ കിച്ചണിലേക്ക് പാലുമായി മടങ്ങിയെത്തുകയും ദേവയാനി തന്നോട് പറഞ്ഞ കാര്യങ്ങളും പൊരുത്തത്തെക്കുറിച്ചുമൊക്കെ ഓർത്ത് അങ്ങനെ വിഷമത്തോടെ നിൽക്കുമ്പോൾ ഗംഗ എന്ന് പെട്ടെന്നൊരു വിളി കേട്ടു. പിന്തിരിഞ്ഞു നോക്കിയതും മാളൂട്ടി തന്നെ അന്വേഷിച്ച് വന്നതാണെന്ന് മനസ്സിലായി. മാളൂട്ടി അരികിലേക്ക് വന്നിട്ട് ഗംഗയോട് ചോദിച്ചു, ഗംഗ എന്താ ഇവിടെ നിൽക്കുന്നത്? പാലുമായിട്ട് അച്ഛൻ്റെ റൂമിലേക്ക് വരാൻ പറഞ്ഞിട്ട് ഗംഗ ഇവിടെ ആലോചിച്ച് നിൽക്കുകയാണോ എന്ന് ചോദിച്ചതും മാളുവിനോട് എന്ത് പറയും എന്ന് ആലോചിച്ചു. ഉടനെ ഗംഗ പറഞ്ഞു, അതെ, ഞാനിന്ന് മോളുടെ കൂടെ കിടക്കുന്നത്, അതുകൊണ്ട് പാൽ ഇവിടെ ഇരുന്നോട്ടെ, മോള് വാ നമുക്ക് പോയി കിടക്കാം എന്ന് പറഞ്ഞപ്പോ മാള് പറഞ്ഞു, അതെന്താ ഇന്ന് അച്ഛന്റെ റൂമിലല്ലേ ഗംഗ പോയി കിടന്ന് ഉറങ്ങേണ്ടത്? ഗംഗ പിന്നെ എന്തിനാ എൻ്റെ കൂടെ വരുന്നത് എന്ന് മാളൂട്ടി ചോദിച്ചു. വാ ഗംഗയെ, പാൽ എടുത്തോണ്ട് വേഗം വാ, അച്ഛനോടെ കാത്തിരിക്കുകയാണ് എന്ന് മാള് പറഞ്ഞത് ഗംഗ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അയ്യോ, ഇതൊന്നും കുഞ്ഞു കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് നല്ല കുട്ടിയല്ലേ മാളൂട്ടി, ഗംഗ പറയുന്നത് കേൾക്കണം. ഇന്ന് ഗംഗ മാളുവിന്റെ കൂടെ കിടക്കുന്നത് കേട്ടോ, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് മാളുവിനെയും വിളിച്ചുകൊണ്ട് ഗംഗ അവിടെ നിന്ന് പോകുന്നു. എന്താ കാര്യം എന്നറിയാതെ മാളു ആകെ വിഷമത്തിലായി. ഇനി അച്ഛനോട് ഗംഗയ്ക്കുള്ള ദേഷ്യം മാറിയില്ലേ? ഗംഗ ഇപ്പോഴും പിണക്കത്തിലാണോ എന്ന് പാവോ അച്ഛൻ എന്നെല്ലാം ആലോചിച്ച് മാളു സങ്കടപ്പെടങ്ങാൻ നിൽക്കുമ്പോൾ മഹി ഗൗരിയുടെ ഫോട്ടോയിൽ നോക്കി ഗൗരിയോട് പറഞ്ഞു, ഗൗരി, ഞാൻ എന്തുകൊണ്ടാണ് ഗംഗയെ വിവാഹം കഴിച്ചതെന്ന് നീ മനസ്സിലാക്കണം. എനിക്ക് ഇത് നിന്നോട് മാത്രമേ പറയാനാകൂ. ഞാൻ പറഞ്ഞല്ലോ, മാളുവിന്റെ അമ്മയായി ഗംഗ എവിടേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കാനുള്ള കാരണം അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ മോള് മാളു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഗംഗ അവളുടെ അമ്മയായി വരണമെന്നതായിരുന്നു. അത് അവൾ എല്ലാവരോടും പറയുകയും എന്നോട് പറയുകയും ഒക്കെ ചെയ്തിരുന്നു. അത് മാത്രമല്ല, വിവാഹ സമയത്ത് താലി കെട്ടാനായി ഞാൻ ശ്രീയുടെ കഴുത്തിലേക്ക് താലി വെക്കാനായി ഒരുങ്ങിയ സമയത്ത് ആ നിമിഷം നമ്മുടെ മോള് എന്നെ നോക്കിയ ഒരു നോട്ടമുണ്ടായിരുന്നു. ഈ ജീവിതത്തിൽ അവൾക്ക് എല്ലാം നഷ്ടപ്പെട്ടുവെന്നും അവൾ ഇനി ഈ ലോകത്തുണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള ഒരു നോട്ടവും ഭാവവുമായിരുന്നു ആ നിമിഷം നമ്മുടെ മോളുടെ മുഖത്ത് ഞാൻ കണ്ടിരുന്നത്. ഇന്ന് ശ്രേയയുടെ കഴുത്തിലാണ് ഞാൻ താലി കെട്ടിയിരുന്നത് എങ്കിൽ ഇന്നത്തെ ദിവസം നമുക്ക് നമ്മുടെ മകളെ നഷ്ടമാകുമായിരുന്നു, എനിക്കത് ഉറപ്പാണ് എന്ന് ഗൗരിയോട് മഹി അറിയിച്ചു. മഹി ഗൗരിയോട് ഫോട്ടോയിൽ നോക്കി പറയുന്ന കാര്യങ്ങളെല്ലാം ആ നിമിഷം ഗൗരിയുടെ ആത്മാവ് അവിടെ എത്തി അതെല്ലാം കേട്ടുകൊണ്ട് നിന്നു. ഉടനെ തന്നെ മഹി പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്തത്.
ഒരു കാരണം അതാണ്, നമ്മുടെ മകളുടെ ജീവൻ. മറ്റൊന്ന്, ഗംഗ നല്ലൊരു പെൺകുട്ടിയാണ്. നകുൽ എന്ന് പറയുന്നവൻ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളവനും. അവൻ ഒരു ക്രിമിനൽ ആണെന്നുള്ള കാര്യം പലപ്പോഴും എനിക്ക് വ്യക്തമായതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ എനിക്കത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനോ മറ്റുള്ളവരുടെ മുന്നിൽ തെളിയിക്കാനോ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ നകുലിനെ പോലെ ഒരുത്തന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് എന്നേക്കുമായി നശിക്കപ്പെടാനും എന്നേക്കുമായി ജീവിതം തകർത്തു കളയേണ്ടതുമായ ഒരു പെൺകുട്ടിയല്ല ഗംഗ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് എനിക്ക് ഗംഗയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ആ ഒരു കാര്യം മാത്രമായിരുന്നു. അതുകൊണ്ടാണ് മറ്റൊന്നും ആലോചിക്കാതെ നമ്മുടെ മോൾക്ക് വേണ്ടിയും ഗംഗയ്ക്ക് വേണ്ടിയും ആ നിമിഷം ഞാൻ ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന് മഹി ഗൗരിയോട് പറയുന്നു. എല്ലാം കേട്ടുനിന്ന ഗൗരി അപ്പോഴേക്കും മഹിയുടെ ആ വാക്കുകൾ കേട്ടിട്ട് പറഞ്ഞു, മഹിയേട്ട, എന്റെ ആഗ്രഹവും അതുതന്നെയായിരുന്നു. മഹിയേട്ടൻ ഗംഗയെ വിവാഹം കഴിക്കണം എന്നുള്ളത്. ഗംഗയുടെ ഭർത്താവ് മഹിയേട്ടൻ തന്നെ ആകണമായിരുന്നു. നമ്മുടെ മോളുടെ അമ്മയായി ഗംഗ തന്നെ ഇവിടേക്ക് വരണമായിരുന്നു. അത്രത്തോളം നമ്മുടെ മോള് ഈ വിവാഹം ആഗ്രഹിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ മഹിയേട്ടനുമായിട്ടുള്ള ഗംഗയുടെ വിവാഹത്തെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും അനുകൂലിച്ചതും ഞാൻ തന്നെയാണ്. ഞാൻ അതിനുവേണ്ടി ശ്രേയമായിട്ടുള്ള മഹിയേട്ടന്റെ വിവാഹം തടയുന്നതിന് വേണ്ടി മണ്ഡപത്തിനരികിൽ വരെ എത്തിയതുമാണ്. പക്ഷേ എന്നെ പല പ്രതിബന്ധങ്ങളും അവിടേക്ക് കയറാൻ അനുവദിച്ചില്ല. വെറും ഒരു നോക്കുകുത്തിയായി, ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായിയായി സങ്കടപ്പെട്ടുകൊണ്ട് ഞാൻ അവിടെ നിന്നപ്പോ ആ നിമിഷം മഹിയേട്ടൻ തന്നെയാണ് എന്റെ ആ വിഷമം ഇല്ലാതാക്കിയതും എന്നെ രക്ഷിച്ചതും എന്റെ ആഗ്രഹം സഫലമാക്കി തന്നതും. മഹിയേട്ടൻ തന്നെയാണ് എന്റെയും എന്റെ മോളുടെയും ആ സ്വപ്നം സഫലമാക്കിയത്. ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടി ഞാനും മോളും ആഗ്രഹിച്ച ആ ഒരു കാര്യം മഹിയേട്ടൻ തന്നെ നടപ്പിലാക്കി. എന്തായാലും ഞാനും മോളും ഇപ്പൊ വലിയ സന്തോഷത്തിലാണ്. ഇനി ഗംഗയെ ഈ വീട്ടിൽ ആരൊക്കെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാലും അവരെ എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കുക എന്നതാണ് ഇനി എന്റെ തീരുമാനം. ഇപ്പോ മഹിയേട്ടന്റെയും ഗംഗയുടെയും വിവാഹം ഇവിടെ പലരും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവര് ഗംഗയെ ഇപ്പോഴും വേദനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അവര് പല രീതിയിലും പാവം ഗംഗയെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ അവർക്ക് തിരിച്ചടി ഞാൻ കൊടുത്തിരിക്കും. ഗംഗയ്ക്ക് എപ്പോഴും ഒരു സഹായിയായി ഞാൻ ഒപ്പം ഉണ്ടാകും മഹിയേട്ട എന്ന് ഗൗരി പറയുന്നു. ഇനി ഈ റൂമിലേക്ക് ഞാൻ വരില്ല. ഇതിന് നിങ്ങളുടേത് മാത്രമായ സ്വകാര്യ നിമിഷങ്ങളുമായി പങ്കുചേരുന്ന ഈ റൂമിൽ ഇനി ഞാൻ ഉണ്ടാവുകയില്ല എന്നും ഗംഗയുടെയും മഹിയുടെയും ജീവിതത്തിൽ നിങ്ങൾക്ക് എന്നും നിങ്ങളെ വേദനിപ്പിക്കാൻ വരുന്നവരെ എല്ലാവരെയും തടയുവാനും നമ്മുടെ മോളെ സംരക്ഷിക്കുവാനും എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഗൗരി പറഞ്ഞുകൊണ്ട് വേഗം അവിടെ നിന്ന് മാഞ്ഞു പോന്നു. ഈ സമയത്ത് മഹി ഗൗരിയോട് പറഞ്ഞ തന്റെ മനസ്സിലെ സങ്കടങ്ങളൊക്കെ പറഞ്ഞതിന്റെ ആശ്വാസത്തിൽ മഹി അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഗൗരി ഉടനെ തന്നെ മാളുവിന്റെ റൂമിലേക്ക് എത്തുന്നു. മാളുവിനെ കെട്ടിപ്പിടിച്ച് വളരെ സ്നേഹത്തോടെ മാളുവിനെ ചേർത്ത് കിടക്കുന്ന ഗംഗയെ കണ്ട് ഗൗരി പറഞ്ഞു, പാവം ഗംഗ, ഇന്ന് നിന്നെ ഇവിടെയുള്ള പലരും കബളിപ്പിക്കുകയാണ്, നിന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ജീവിതം അവര് മഹിയേട്ടനോടൊപ്പം ജീവിക്കാൻ അനുവദിക്കില്ല. അവർ അതിന് പല കുതന്ത്രങ്ങളും നിന്റെ മുന്നിൽ പ്രയോഗിക്കും. നീ ഒരു പാവമായതുകൊണ്ട് അതെല്ലാം നീ വിശ്വസിക്കുകയും ചെയ്യും. എന്തായാലും ഞാൻ നോക്കട്ടെ ഇതിനൊക്കെ എന്താ ചെയ്യാൻ കഴിയുക എന്ന്. അവരുടെ ഈ പ്രവൃത്തിയെ എങ്ങനെ തരണം ചെയ്യാൻ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഗൗരി അവിടെ നിന്ന് അപ്രത്യക്ഷയാന്നു. ഉടനെ തന്നെ വലിയൊരു ഇടിയും മിന്നലുമെല്ലാം ഉണ്ടായി. ആ ബഹളം കേട്ട് വേഗം മാളൂട്ടി ചാടി എഴുന്നേറ്റു. അയ്യോ അച്ഛാ അച്ഛാ എന്ന് പറഞ്ഞ് മാളൂട്ടി നിലവിളിച്ചു. മാളുവിനെ വേഗം ഗംഗ ചേർത്ത് പിടിച്ചു. മോളെ മാളൂട്ടി, പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് മാളുവിനെ ചേർത്ത് അരികിലേക്ക് അങ്ങനെ കിടത്തുമ്പോ അപ്പോഴും മാളു ബഹളം വെച്ചുകൊണ്ടിരുന്നു. അയ്യോ അച്ഛാ, വേഗം വാ, എനിക്ക് പേടിയാ എന്ന് പറഞ്ഞതും മഹി മാളുവിന്റെ ബഹളം കേട്ട് റൂമിലേക്ക് ഓടിയെത്തി. വാതിൽ തുറന്ന് എന്താ മോളെ എന്ന് ചോദിച്ചതും അച്ഛാ വേഗം വാ, അച്ഛൻ വന്ന് എൻ്റെ അടുത്ത് വന്ന് കിടക്ക്, എനിക്ക് പേടിയാ എന്ന് പറഞ്ഞു. ഉടനെ മഹി പറഞ്ഞു, അല്ല ഇവിടെ ഗംഗയുണ്ടല്ലോ, പിന്നെ എന്തിനാ മോള് സങ്കടപ്പെടുന്നത് എന്ന് ചോദിച്ചതും അച്ഛാ അച്ഛനും ഇവിടെ വാ, അച്ഛനും ഉണ്ടേലേ എനിക്ക് എൻ്റെ പേടി മാറൂ, അച്ഛനും ഇവിടെ വന്ന് കിടക്കച്ചാ എന്ന് മഹിയോട് മാളു ആവശ്യപ്പെട്ടു. ഉടനെ മഹി മാളുവിന്റെ ആവശ്യമായതുകൊണ്ട് അതിന് സമ്മതിച്ചു. അങ്ങനെ മഹി വേഗം വന്ന് മാളുവിന്റെ അരികിലേക്ക് വന്ന് കിടന്നു. മാളു മഹി വന്നതിന്റെ സന്തോഷത്തിൽ അച്ഛാ എന്ന് പറഞ്ഞ് അരികിൽ ചെന്ന് ആ നടുക്ക് കിടന്നതും വേഗം തന്നെ ഗംഗ അവിടുന്ന് എഴുന്നേറ്റ് പോകാനായി തീരുമാനിച്ചു. മഹി മാളുവിനോടൊപ്പം ആ ബെഡിൽ കിടക്കുന്നത് കണ്ട് പതുക്കെ ഗംഗ അവിടെ നിന്ന് എഴുന്നേറ്റു. ഗംഗ പോകാൻ തുടങ്ങുന്നത് കണ്ടതോടെ മാളു ചോദിച്ചു, അല്ല എങ്ങോട്ട് പോവാ ഗംഗ എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും ഗംഗ പറഞ്ഞു, ഞാൻ പുറത്തു പോയി കിടന്നോളാം, നിങ്ങള് അച്ഛൻ മോളൂടെ കിടന്നോ എന്ന് പറഞ്ഞതും ഉടനെ മാളു പറഞ്ഞു, അത് വേണ്ട ഗംഗ ഇവിടെ വന്ന് കിടന്നേ, എനിക്ക് ഗംഗയുടെയും അച്ഛന്റെയും നടുക്ക് കിടക്കണം, വേഗം വാ ഗംഗ എന്ന് പറഞ്ഞ് ഗംഗയോട് അവിടെ വന്ന് കിടക്കാനായി മാളു നിർബന്ധിച്ചു. അവസാനം മനസ്സില്ലാ മനസ്സോടെ ഗംഗ അവിടെ വന്ന് കിടക്കാനായി സമ്മതിച്ചു. ഉടനെ തന്നെ
മഹി പറഞ്ഞു, മാളു പറഞ്ഞ കേട്ടില്ലേ ഗംഗ, ഇവിടെ വന്ന് കിടക്ക് എന്ന് അറിയിച്ചു. ഉടനെ മാളുവിന്റെയും മഹിയുടെയും നിർബന്ധപ്രകാരം ഗംഗ അവിടെ വന്ന് കിടക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ മാളുവിനെ നടുക്ക് കിടത്തി മഹിയും ഗംഗയും അപ്പുറത്തും ഇപ്പുറത്തുമായി കിടന്നു. ഈ സമയത്ത് മാളൂട്ടി വേഗം ഗംഗയെയും മഹിയെയും മാറി മാറി നോക്കി. മഹിയെ നോക്കി മാളു പുഞ്ചിരിച്ചതും മഹി വേഗം തന്നെ മാളുവിനെ കെട്ടിപ്പിടിച്ച് തിരിഞ്ഞു കിടക്കുന്നു. മാളുവിനെ മഹി കെട്ടിപ്പിടിച്ചതും വേഗം മാളു ഗംഗയുടെ കൈയും എടുത്തു. മഹി തന്റെ വലത് കൈ മാളുവിന്റെ ദേഹത്തേക്ക് വെച്ചതും മാളു വേഗം ഗംഗയുടെ ഇടത് കൈ മഹിയുടെ കൈക്ക് മുകളിലേക്ക് ബലമായി പിടിച്ചു വെപ്പിക്കുന്നു. അങ്ങനെ രണ്ടുപേരും മാളുവിനെ കെട്ടിപ്പിടിച്ച് അപ്പുറത്തും ഇപ്പുറത്തുമായി കിടക്കുന്നത് കണ്ട് മാളു വലിയ സന്തോഷത്തോടെ ഇരുവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് രണ്ടുപേരുടെയും കൈകൾ ചേർത്ത് പിടിപ്പിച്ച് മാളുവും രണ്ടുപേരെയും നോക്കി ചിരിച്ചുകൊണ്ട് കിടക്കുന്നു. പിറ്റേന്ന് രാവിലെ നേരം പുലർന്നതും മഹി ഗംഗയുടെയും മാളുവിന്റെയും അരികിൽ കിടന്ന സമയത്ത് അവിടെ ശ്രേയയും ദേവയാനിയും എല്ലാം ഇന്നത്തെ ദിവസം മഹിയെയും ഗംഗയെയും 2 റൂമുകളിൽ കിടത്തിയതിന്റെ സന്തോഷത്തിലായിരുന്നു. നേരം പുലർന്നതും മഹി മാളുവിനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടക്കുമ്പോൾ നേരത്തെ എഴുന്നേറ്റ ഗംഗ വാഷ്റൂമിൽ പോയി കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ശബ്ദം മഹി കേൾക്കുന്നു. മാളുവിനെ പതുക്കെ മഹി മാറ്റി കിടത്തിയിട്ട് എഴുന്നേറ്റ് വരുമ്പോഴാണ് കുളി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഗംഗയെ മഹി കണ്ടത്. മഹി കുറെ നേരത്തേക്ക് ഗംഗയെ തന്നെ നോക്കി നിൽക്കുന്നു. ഗംഗ വളരെ നാണത്തോടെ മഹിയെ നോക്കി പുഞ്ചിരിച്ചിട്ട് അല്പനേരം നോക്കി നിന്നതിന് ശേഷം നേരെ തന്റെ ശ്രീ മഹേഷിന്റെ മുന്നിലേക്ക് എത്തി അവിടെ വന്ന് പ്രാർത്ഥനയോടെ തൊഴുകൈകളോടെ നിൽക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തൊഴുതു നിൽക്കുന്ന ഗംഗയെ നോക്കി അല്പനേരം മഹി അങ്ങനെ ഇരുന്നു. പുഞ്ചിരിച്ചുകൊണ്ട് മഹി ആ കാഴ്ച ആസ്വദിച്ചങ്ങനെ നിന്നതിന് ശേഷം ഗംഗ പ്രാർത്ഥന കഴിഞ്ഞ് നേരെ ശ്രീ മഹേഷിന്റെ മുന്നിൽ വെച്ചിരുന്ന ആ സിന്ദൂരച്ചപ്പിൽ നിന്ന് സിന്ദൂരം അല്പം എടുത്ത് തന്റെ സീമന്തരേഖയിൽ തൊട്ടിട്ട് പോകാനായി തുടങ്ങുമ്പോഴേക്കും മഹി ഗംഗയുടെ മുന്നിലേക്ക് വന്നു നിന്നു. മഹി ഗംഗയെ അടുത്ത് അങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഗംഗ വേഗം പോകാനായി ഒരുങ്ങി. മഹി കുറെ നേരത്തേക്ക് ഗംഗയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നു. അതിനുശേഷം മഹി വേഗം കൈ ഉയർത്തിക്കൊണ്ട് ഗംഗയുടെ മുഖത്ത് തൊടാനായി മഹി കൈയുമായി വരുന്നത് കണ്ട് ഒട്ടും താല്പര്യമില്ലാത്തതുപോലെ ഗംഗ തന്റെ മുഖം തിരിക്കാൻ ഒരുങ്ങി. ഇത് കണ്ട മഹി പുഞ്ചിരിയോടെ വേഗം ഗംഗയുടെ നെറ്റിയിൽ വീണ് കിടക്കുന്ന ആ സിന്ദൂരത്തിന്റെ തുള്ളികളെല്ലാം തുടച്ചു കളഞ്ഞു. ഇത് കണ്ട ഉടനെ ഗംഗ എന്താണെന്നറിയാതെ അതിശയത്തോടെ നോക്കി. മഹി എന്താണ് ഈ തുടച്ചു കളയെന്നുള്ള സംശയത്തിൽ ഗംഗ നോക്കുമ്പോഴേക്കും പെട്ടെന്ന് മഹി പറഞ്ഞു, അതെ, സിന്ദൂരം അവിടെയെല്ലാം പടർന്നു കിടക്കുകയായിരുന്നു. അത് കേട്ട ഉടനെ ഗംഗ അത് മായ്ച്ചു കളയാനായി കൈയെടുത്ത് തൂക്കാൻ തുടങ്ങുമ്പോഴേക്കും മഹി പറഞ്ഞു, വേണ്ട, ഞാനത് മായ്ച്ചു, ഇപ്പോ ശരിയായി എന്ന് മഹി ഗംഗയോട് പറഞ്ഞതും ഗംഗ പുഞ്ചിരിയോടെ മഹിയെ നോക്കി. ഉടനെ തന്നെ ഉറക്കമുണർന്ന മാളു വേഗം ബെഡിൽ നിന്ന് വിളിച്ചു ഗംഗയെ. ആ വിളി കേട്ടതും മഹിയും ഗംഗയും പിന്തിരിഞ്ഞ് മാളുവിനെ നോക്കി. അപ്പോഴേക്കും ഗംഗ ചോദിച്ചു, ആഹാ, മാളൂട്ടി ഉറക്കം ഉണർന്നോ എന്ന് അന്വേഷിച്ചതും ഞാൻ എപ്പോഴേ ഉണർന്നു എന്ന് മാളു പറഞ്ഞു. ഉടനെ മഹിയോട് ഗംഗ പറഞ്ഞു, മഹിയേട്ടാ, ഞാൻ മഹിയേട്ടനുള്ള ചായ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് വേഗം തന്നെ ഗംഗ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഈ സമയത്ത് മാളൂട്ടി എഴുന്നേറ്റത് കണ്ട് മഹി ബെഡിലേക്ക് ഇരുന്നിട്ട് പറഞ്ഞു, മോളെ, വേഗം ചെന്ന് മോള് ഫ്രഷ് ആയിട്ട് വാ എന്ന് പറഞ്ഞ് മാളുവിനോട് വേഗം പോയി വാഷ്റൂമിലേക്ക് പോകാൻ അറിയിച്ചു. മാളു അത് കേട്ടതും വേഗം വാഷ്റൂമിലേക്ക് പോകുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ഗംഗയെ കണ്ട് അവിടേക്ക് എത്തിയ ശ്രേയ ഒട്ടും താല്പര്യമില്ലാതെ മൊബൈൽ എന്തോ കുത്തിക്കൊണ്ട് വരുന്നതിനിടയിൽ റൂമിനകത്തേക്ക് നോക്കുന്നു. അപ്പോഴാണ് ആ റൂമിൽ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന മഹിയെ ശ്രേയ കണ്ടത്. മഹിയെ കണ്ടതോടെ ശ്രേയക്കാകെ ടെൻഷനായി. ഉടനെ തന്നെ ശ്രേയ വേഗം ഗംഗയുടെ അരികിലേക്ക് എത്തി. അല്ല, ഇന്നലെ നീ ഇവിടെയാണോ കിടന്നത്? നിങ്ങൾ രണ്ടുപേരും ഇവിടെയാണോ കിടന്നത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗംഗ പറഞ്ഞു, അതെ ശ്രേയസി. അത് കേട്ട ഉടനെ ശ്രേയക്കാകെ ടെൻഷനായി. ഉടനെ തന്നെ ഗംഗ പറഞ്ഞു, അതെ, ഇന്നലെ ഒത്തിരി രാത്രിയായപ്പോ വല്ലാതെ ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായി. അത് കേട്ട് മാളുവിനാകെ പേടിയായി. മാളു ഉടനെ മഹേട്ടനെ വിളിച്ചു. മഹേട്ടനെ നിർബന്ധിച്ച് ഇവിടെ കിടത്തിയതാണ് എന്ന് ഗംഗ ശ്രേയയോട് പറഞ്ഞു. അല്ലാതെ എന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും മഹേട്ടന് ചായ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഗംഗ വേഗം കിച്ചണിലേക്ക് പോകുമ്പോൾ ശ്രേയ ആകെ ദേഷ്യത്തോടെ നോക്കി. ആന്റി ഇത്രയൊക്കെ ചെയ്തിട്ടും രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു റൂമിലാണല്ലോ കിടന്നത്. ഏതൊക്കെ രീതിയിൽ ശ്രമിച്ചിട്ടും രണ്ടുപേരെയും 2 റൂമിൽ കിടത്താനായി ആന്റി ശ്രമിച്ചിട്ടും അവസാനം രണ്ടുപേരും ഒരു റൂമിൽ വന്ന് കിടന്നല്ലോ. ഇതിന് വേറെന്തെങ്കിലും പോംവഴി കണ്ടേ തീരൂ, അല്ലെങ്കിൽ ഇത് കൂടുതൽ പ്രശ്നമാകും എന്ന് ശ്രേയ മനസ്സിലുറപ്പിച്ചു. അതിനെന്താ ഇനി ഒരു പോംവഴി എന്ന് ആലോചിച്ച് മഹിയെയും ഗംഗയെയും മാറി മാറി ശ്രേയ നോക്കുന്നു.